ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. ഇതാ ഇന്ന് രാവിലത്തെ ഇത് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. രാവിലെ ഞാൻ എഴുന്നേറ്റ് കുറച്ച് നേരം നടക്കാനൊക്കെ പോകും. നടന്നു വന്നതിന് ശേഷം ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ രാവിലത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇന്ന് രാവിലെ എടുത്തിരിക്കുന്ന കപ്പയാണ് കേട്ടോ. മീൻ കറി വെച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ കപ്പ വേവിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് കപ്പ ഞാൻ ഇതേപോലെ പൊളിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൊത്തിയരിയാം. നിങ്ങൾക്ക് കൊത്തിയരിയുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എങ്ങനെയാണെന്നുള്ളത്. എന്നാലും ഞാനിതൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇങ്ങനെയൊന്ന് പിടിച്ചൊന്ന് കൊത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെയൊന്ന് എടുക്കാം. ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള നാര് നമുക്ക് കളയണം. ഈ നാര് കളഞ്ഞിട്ട് വേണം ഇതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാനായിട്ട്. ഇന്ന് രാവിലത്തേക്ക് കപ്പയും മീൻകറിയും മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ മീനും കൂടെ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മീനൊക്കെ ആണെങ്കിലും ഭയങ്കര വിലയാണ്. എന്നാലും നമുക്ക് ഇച്ചിരി മീൻ മേടിച്ച് കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീൻകറിയും ഇതൊക്കെ ആയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നാലും മീനൊക്കെ നമുക്ക് മേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മീനൊക്കെ നമ്മൾ ഇത് മേടിക്കുന്നുണ്ടല്ലോ. ദിവസം എന്ന് പറയുന്ന പോലെ തന്നെ മീൻ മേടിക്കുന്നുണ്ട്. മീന് നല്ല വിലയാണ് ഇപ്പോൾ ഒക്കെ. ഇന്നിച്ചിരി മഴയൊക്കെ കുറവുണ്ട് ഇവിടെ. നിങ്ങൾക്കും അതുപോലെ തന്നെ മഴയൊക്കെ കുറവായിരിക്കും അല്ലേ? ഇവിടെയൊക്കെ ഇപ്പോൾ ഇച്ചിരി മഴ കുറവുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വെയിലും ചെറുതായിട്ടുള്ളൊരു വെയിലും ഒക്കെ ഉണ്ട്. ഇന്നലെ അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ വെയിൽ കാണിക്കുന്ന പോലെയാണ് കേട്ടോ. കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കൂടെ നമുക്കൊന്ന് കഴുകി എടുത്തോണ്ട് വരാം. അതായത് ഞാൻ കുക്കറിനകത്താണ് കേട്ടോ വേവിക്കുന്നത്. കലത്തിൽ വേവിക്കേണ്ടവർക്ക് അങ്ങനെ വേവിക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കഴുകി വാരി എടുത്തുകൊണ്ട് വന്ന് നമുക്കിതിലേക്ക് വെക്കുക. നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ചധികം വെള്ളം ഉള്ളതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇതൊക്കെ പോകാനായിട്ട് ഇങ്ങനെ വിഷാംശമൊക്കെ ഉള്ളത് പോകാനായിട്ട്, കപ്പ പോകാനായിട്ട് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി മഞ്ഞളും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കുക്കറിലായതുകൊണ്ടാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് ഒരുവിധം വെന്ത് കഴിയുമ്പോൾ, കലത്തിലാണെന്നുണ്ടെങ്കിൽ ഒരുവിധം വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ കുക്കറിലായതുകൊണ്ട് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരി എടുക്കുക. അതിന് ശേഷം ഉള്ളി എടുക്കുക കേട്ടോ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. കപ്പ വെന്തിട്ട് ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ട്. വെള്ളം അതിൻ്റെ അകത്ത് ഊറ്റി കളയണം കേട്ടോ. ഊറ്റി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയും ഉള്ളിയും മുളകും കൂടെ ചതച്ച് ഞാനിത് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ഇടാനായിട്ട് മറന്നുപോയി. ഇതിൻ്റെ കൂടെ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ അരപ്പിനുള്ള ഞാനിപ്പോൾ കപ്പയ്ക്കുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ അരപ്പിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇച്ചിരി ഉപ്പ് മതി കേട്ടോ. അതിന് വേണ്ടിയിട്ട് കപ്പയ്ക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കഴുകി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് മൂടി വെച്ചൊന്ന് ആവി കയറ്റണം കേട്ടോ. മൂടി വെച്ചതൊന്ന് ആവി കയറ്റുക. നന്നായിട്ടൊന്ന് ആവി വന്നോട്ടെ. ആവി വരുന്നുണ്ട്. ഞാനിതൊന്ന് ഓഫ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. ഓഫ് ചെയ്യുകയോ തീ കുറയ്ക്കുകയോ ചെയ്യാം. അതിന് ശേഷം ഇത് വാങ്ങി വെച്ചതിന് ശേഷം ഇതിലേക്കൊന്ന് കടുക് വറുത്ത് ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കടുക് വറുത്താൽ മതി. വെളിച്ചെണ്ണ എന്താ അധികം ഉപയോഗിക്കുന്നത് നല്ലതല്ലല്ലോ. വെളിച്ചെണ്ണയോ എന്ത് ഓയിലാണെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതല്ലല്ലോ. അതുകൊണ്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ മാത്രം കടുക് വറുക്കുക. ഞാൻ ഇതിലേക്ക് കടുക് വറുത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാൻ ഉള്ളി ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇതുണ്ട് ഇതേപോലെ നമുക്ക് കിട്ടും. ഇതേപോലെ ഒട്ടും നല്ല ഇതായിട്ട് കപ്പ ഈ നമ്മൾ ഇതെല്ലാം ഒതുക്കിയിട്ടേക്കുന്നുണ്ടല്ലോ, അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആവിയിൽ വെന്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് കടുക് വറുത്ത് നമുക്ക് ഒഴിക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ അല്പം കടുകിട്ട് കൊടുക്കുവാണ്.
ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ആവശ്യമൊന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം കരിവേപ്പില ഇതിൻ്റെ പുറത്തോട്ട് വെറുതെ എന്നിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ കടുക് വറുത്ത് ഒഴിക്കുകയാണ്. ഇതിൻ്റെ ഈ കപ്പയുടെയൊക്കെ ആവി കൊണ്ട് തന്നെ ഇതൊന്ന് വാടിക്കിട്ടി കരിവേപ്പില. അപ്പോൾ ഇതിലേക്ക് ഇത് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കപ്പ വേവിച്ചത് നല്ല മീൻകറിയായിട്ട് നമുക്ക് കഴിക്കാം. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. നമുക്കിപ്പോൾ രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന മീൻകറി കപ്പയും കൂടെ നല്ലതാണ്. ചിക്കൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ മീൻകറി ഉപയോഗിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. ഉണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും മീൻകറി ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. താങ്ക് യു.